ആക്ച്വലി ഒരു കൺഫ്യൂഷനിലാണ്. എവിടെ പോകണം? 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ കാലിക്കറ്റ് മാനാഞ്ചിറ സ്ക്വയർ, 2 കാപ്പാട് ബീച്ച്. പക്ഷേ ഈ 2 സ്ഥലത്തും ഞങ്ങൾ പോയില്ല, കാരണം സമയമില്ലായിരുന്നു. പിന്നെ നമ്മൾ മാപ്പ് എടുത്ത് നോക്കി, കുറച്ച് ദൂരെയായിട്ട് ഒരു ലൈല പാർക്ക് എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്. ഇതാണ് ആ പ്ലേസ്. കാമാൻ കൂൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ അബ്രൂസ് അവിടുത്തെ രാജാവായിരുന്നു. കാരണം കളിക്കാൻ വേറെ കുട്ടികളാരും ഉണ്ടായിരുന്നില്ല, എല്ലാത്തിലും അവൻ തന്നെ കയ്യേറി. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഓണർ ചേച്ചി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം മോള് കുറച്ചൊന്ന് ചിണുങ്ങിയപ്പം ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനൊന്ന് പാലൊക്കെ കൊടുത്ത് അവളെ ഓക്കെ ആക്കിയേ. ഇതിൻ്റെ മേലെ മുളങ്കാടാണെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഈ സമയം ഇപ്പം 5:30-6 മണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മക്കളെയും കൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. സോ ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചേ. നമുക്ക് ഈ മോളിലൊക്കെ പോകുമ്പം എനിക്ക് തീരെ ഇഷ്ടമല്ല പോകാൻ, കാരണം അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരു കുളിർമയാണ്. അപ്പം ഞാനിങ്ങനെ കുറച്ച് ദൂരേക്ക് പോയി. ആക്ച്വലി റിൻചേട്ടൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ ഇത്രയും ദൂരം വന്നേ. അപ്പം കുറച്ച് മേലേക്ക് അങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ എന്നൊരു ചിന്ത വന്നു. സൈലൻസ് ആയിരുന്നു, ഇടയ്ക്ക് ചീവീടിൻ്റെ സൗണ്ടും പിന്നെ ചെറുതായിട്ട് കരിയിലകൾ അവിടെ ഇവിടെയൊക്കെ അനങ്ങുന്നൊരു സൗണ്ടും. ഞാൻ മെല്ലെ തിരിച്ചിറങ്ങി കേട്ടോ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറു ധൈര്യം ഉണ്ടായിരുന്നു. ഒരു 3-4 പെൺകുട്ടികൾ അതിൻ്റെ മേലേക്ക് കുറച്ച് നേരത്തെ പോകുന്ന കണ്ടിരുന്നു കേട്ടോ. അവരിതുവരെ വന്നില്ല, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. സോ പിന്നെ ഞാൻ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് കേട്ടോ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതേ കണ്ടോ, മുളങ്കാടാണ്. മുളങ്കാട് കാനന ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ കുളത്തിൽ ചെറിയ മീനുകളെയൊക്കെ ഞാൻ കണ്ടു കേട്ടോ. മോൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ മെല്ലെ തിരിച്ചു പോയി കേട്ടോ. ഒരു കൂൾ ബാറിൽ കയറി. റിൻചേട്ടൻ അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. ഞാൻ എൻ്റെ ചായയും സമൂസയും ഓർഡർ ചെയ്തു കേട്ടോ. മോൻ അവിടെ ഇരുന്ന് ജ്യൂസും കുടിച്ച്. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അവിൽ മിൽക്ക്. അതുകൊണ്ട് ഞാനൊരു 3-4 സ്പൂൺ കഴിച്ചിട്ടാണ് റിൻചേട്ടന് കൊടുത്തത്. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ ഇരുന്ന് കഴിച്ച് തിരിച്ചു പോയി.